ഉച്ചയ്ക്ക് ഇതേ കറി ഉണ്ടാക്കാൻ ഒന്നും ഇല്ലാണ്ടായപ്പോൾ നമ്മളെ പറമ്പിലേക്ക് തന്നെ ഇറങ്ങിയിട്ടോ. അപ്പോൾ അത്യാവശ്യം മുരിങ്ങയിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കർക്കിടകം കാരണം നമ്മൾ പൊട്ടിക്കലുണ്ടായില്ല. അത് കാരണം എന്തേ കുറേ നിന്ന് കേടായൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മുരിങ്ങയില തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറേ നാളായാലും വെച്ചിട്ട്. പിന്നെ നമ്മുടെ മുരിങ്ങയിലയ്ക്ക് കുറച്ച് കയ്പ്പ് കുറവുണ്ട് കേട്ടോ. 2 സൈസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഒരെണ്ണം ശരിക്കും നമ്മൾ ചീരക കഴിക്കുന്ന ആ ടേസ്റ്റോടുകൂടി കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് പൊതുവെ മുരിങ്ങയില അധികം ഇഷ്ടമല്ല. പക്ഷേ എനിക്കും അത്യാവശ്യം കയ്പ്പൊന്നും ഇല്ലാത്ത കാരണം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനും കഴിക്കലുണ്ട്. അപ്പോൾ അതേ ഇതൊരു ചെറിയ മുരിങ്ങയാണ്. ഇതുമൊന്നും കുറച്ച് പൊട്ടിച്ചു. പിന്നെ ഇതേ അപ്പുറത്തൊരു വലിയ മുരിങ്ങയുണ്ട്. അപ്പോൾ അതുമൊന്നും നല്ലത് നോക്കിയിട്ടാട്ടോ പൊട്ടിക്കുന്നത്. കുറേ പ്രാണികളും ഇതൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. ഇങ്ങനത്തെ നാടനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം പ്രാണികളും ഇതൊക്കെ വരുമല്ലോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഇല നോക്കി തന്നെ പറിച്ചെടുക്കുകയാണ്. നല്ല ഫ്രഷ് കാരണം നമുക്ക് നല്ല ഇതായിട്ട് കഴിക്കാം. നാച്ചുറലാണല്ലോ. പിന്നെ മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അത് അത്യാവശ്യം കുറച്ചേ കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ കുറച്ച് കേട് വരുന്നുണ്ട്. പിന്നെ വാടിയൊക്കെ നിൽക്കുന്നുണ്ട് ഇലയൊക്കെ. അപ്പോൾ അത് അത്യാവശ്യം നല്ലത് നോക്കി കുറച്ച് തന്നെ പൊട്ടിച്ചെടുത്തു കേട്ടോ. ഇതൊരു ചെറുതാട്ടോ. ഇപ്പം ഞങ്ങൾ വെച്ചിട്ടുള്ളൂ. പക്ഷേ കുറച്ച് കിട്ടിയുള്ളൂ. അത് കാരണം നമ്മൾ ഇതുമൊന്നും നല്ല ഇല നോക്കി കുറച്ചൊക്കെ പറിച്ചെടുത്തു. എന്തായാലും മുരിങ്ങയില വെറുതെ കളയണ്ടല്ലോ. നല്ല വിറ്റാമിനുള്ള സാധനമല്ലേ. അപ്പം ഏതായാലും ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അപ്പുറത്തെ സൈഡിലാട്ടോ. അത് കുറച്ച് ഹൈറ്റിൽ പോയിട്ടുണ്ട്. അതുമല്ല അധികം ഇല ഒന്നുമില്ല. ഇല ഉള്ളത് ഞങ്ങളൊരു വടിയൊക്കെ വെച്ച് ചാച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കൊള്ളിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് അത്യാവശ്യം ചെങ്കല്ലും ഇതൊക്കെ ഇട്ടിട്ടുള്ള കാരണം നല്ല പോലെ വരുന്നുണ്ട്. ഈ മുരിങ്ങ ഇപ്പോൾ വെച്ചിട്ടൊരു ഒരു വർഷമൊക്കെ ആകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഇല പറിച്ച് കൂട്ടാൻ വെക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയാണ് കിട്ടിയത്. അപ്പോൾ ഇത് വെച്ച് ഏതായാലും കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ നമ്മുടെ മുരിങ്ങയില കാച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നാളികേരവും മുളക് പൊടിയൊക്കെ ചേർത്ത് നല്ല പോലെ അവിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അറഞ്ഞിലുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് വറുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടേ ഉള്ളൂ. ഗ്രേവിയൊക്കെ ആദ്യമേ റെഡിയാക്കി വെച്ചു. പിന്നെ കുറച്ച് മുളകും അതുപോലെ തന്നെ ഉണക്കമീനൊക്കെ ഒന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അറഞ്ഞിൽ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും മെനക്കെട്ട പണിയാണല്ലോ ഈ അറഞ്ഞിലൊക്കെ നന്നാക്കുക എന്നുള്ളത്. അപ്പോൾ കുറേ പകുതിയോളം ഉപ്പിലിട്ട് വെച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ജലദോഷവും അതുപോലെ തന്നെ മൂക്കടപ്പൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ വേഗം പോയി പനിക്കൂർക്കൊന്ന് തിളപ്പിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിതൊക്കെ കുടിക്കുമ്പോൾ അത്യാവശ്യം കുറയലുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ വേഗം ഇതൊക്കെ തിളപ്പിച്ച് കുടിക്കുക. അതുപോലെ തന്നെ വെള്ളമൊക്കെ വെച്ച് കുടിക്കും കേട്ടോ. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു സുഖമാണ് ആ ചൂട്ടോടെ തന്നെ കുടിക്കുമ്പോൾ. പിന്നെ പനിക്കൂർക്കയുടെ നീര് മാത്രം ഇല ഒന്ന് ചൂടാക്കിയിട്ട് നീര് മാത്രം ഇങ്ങനെ കുടിക്കുമ്പോൾ കുട്ടികൾക്കായാലും അത്യാവശ്യം കയ്പ്പൊന്നും ഇല്ലാണ്ട് നല്ലൊരു സിറപ്പ് പോലെ നമുക്ക് ഒരു പുളി രസമൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ആയാലും കൊടുത്തു നോക്കി എല്ലാവരും. ഞാൻ അങ്ങനെയാണ് കേട്ടോ മിക്കതും കുടിക്കില്ല. നമുക്കിങ്ങനെ തിളപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വരുമ്പോൾ അതിൻ്റെ ചെറിയൊരു കനപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വേഗം കുടിക്കലും ചെയ്യും. അതുപോലെ തന്നെ ആ സത്വം നമ്മുടെ ശരീരത്തിലെത്തും. അപ്പോൾ ഇപ്പം ഞങ്ങൾ 2-3 കട വെച്ചതാണിത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ആർത്ത് കൂടിയിട്ടുണ്ട്. പിന്നെ മുറ്റടി കഴിഞ്ഞവിടെ ഇരിക്കും.